Welcome back to my channel. ഇത് ആമസോൺ ജ്വല്ലറി ഹോൾ വീഡിയോ ആണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു ടൈപ്പിലുള്ള ജ്വല്ലറികൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാനിത് ഏതോ ഇൻഫ്ലുവൻസറിൻ്റെ കയ്യിൽ കണ്ടതാണ്. അതിനുശേഷം ഞാനിത് കുറേ വെബ്സൈറ്റുകളിൽ നോക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിങ്ങനെ ട്രെൻഡിങ്ങിലായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത്ര വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളത് തന്നെ എന്താ നല്ല റേറ്റാണ്. ഇങ്ങനത്തെ ടൈപ്പ് കമ്മലിന് നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഡിസൈൻ അത്ര വലിയ ഭംഗിയുള്ളതും ഇല്ല. അപ്പം അവസാനം ഞാനിങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിച്ചതാണ് ആമസോണിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ആ ടൈപ്പ് ജ്വല്ലറികളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വായിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ടേക്ക്. അപ്പോൾ കുറേ നേരമായി ഞാനിങ്ങനെ ആ ടൈപ്പ് ഈ ടൈപ്പ് ജ്വല്ലറി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ ഏതാ ടൈപ്പ് എന്നങ്ങ് പറഞ്ഞേക്കാം. ഇത് ഓക്സിഡൈസ്ഡ് കാറ്റഗറിയിൽ വരുന്ന ജ്വല്ലറികളാണ്, പക്ഷേ ഡ്യുവൽ ടോൺ ജ്വല്ലറികളാണ് കേട്ടോ. അതായത് ഒന്നുകിൽ ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ സിൽവർ ഓക്സിഡൈസ്ഡ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഗോൾഡും കൂടെ വന്നിട്ട്, അതായത് മെയിനായിട്ട് ഈ ഓക്സിഡൈസ്ഡ് ആയിരിക്കും, പക്ഷേ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗോൾഡ്. പക്ഷെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. സാധാരണ നമ്മൾ എങ്ങനെയാണ് ഇടുക? ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് കംപ്ലീറ്റ് ബ്ലാക്ക്, അല്ലെങ്കിൽ കംപ്ലീറ്റ് സിൽവർ ഓക്സിഡൈസ്ഡ് അല്ലേ, ഗോൾഡ് സെപ്പറേറ്റ്. ഇത് അങ്ങനെയല്ല. ഇത് നല്ല ഭംഗിയുണ്ട്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ടാവും ഇത് സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു ജുംക്കയാണ്. ഇതിതാ ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് ജുംക്കയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ ഗോൾഡിൻ്റെ ഒരു ടോൺ കണ്ടോ നിങ്ങൾ? പിന്നെ പേൾ ബീഡ്സ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു കമ്മൽ. എനിക്ക് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും എന്തോരം വലുതാ, നല്ല വെയിറ്റ് ഉണ്ടാവും. വളരെ ലൈറ്റ് വെയിറ്റാണ്, ഇങ്ങനെ കിലുങ്ങുന്നേ ഉള്ളൂ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജുംക്കയാണിത്. ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇപ്പം നമ്മൾ നല്ല ഭംഗിയുണ്ടാവും ഫങ്ഷനൊക്കെ. എന്നാൽ ഡെയിലി യൂസിന് ഏതായാലും പറ്റില്ല. ഫങ്ഷനൊക്കെ എത്നിക് വേഴ്സിൻ്റെ ഒക്കെ കൂടെ, അല്ലെങ്കിൽ നമ്മളൊരു ട്രഡീഷണൽ ലുക്കൊക്കെ ചെയ്യുന്നത് അടിപൊളി ആയിരിക്കും ഈ കമ്മൽ. നല്ല ഭംഗിയുണ്ട്, നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. 400 സംതിങ് ആ ഒരു റേഞ്ചിലാണ് ഇത് എപ്പോഴും വരുന്നത്. ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഈ മോഡൽ തന്നെ, പക്ഷേ ഫുൾ ബ്ലാക്ക് ഓക്സിഡൈസ്ഡ്. അതും ഈ ഒരു റേറ്റിൽ തന്നെ ഉള്ളതാണ്. അത് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ ആ ബ്രാൻഡിൻ്റെത് ഞാൻ നേരത്തെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതും എനിക്കിഷ്ടമായി. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ സ്റ്റോൺസ് ഉണ്ട്, പേൾ ബീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു ഗോൾഡൻ്റെ ഒരു ടച്ചും കൂടെ ഉണ്ട്. നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ തന്നെ പല ഡിസൈനിൽ വരുന്ന കമ്മലുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ജുംക്കാൻ ഇഷ്ടമായത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞാനൊരു ഇൻഫ്ലുവൻസറിൻ്റെ കയ്യിൽ കണ്ടിട്ടാണ് എനിക്കിത് വേണം തോന്നിയത്. അത് ശരിക്കും ജുംക്ക ആയിരുന്നില്ല, ഈ ഒരു ടൈപ്പ് കമ്മലായിരുന്നു. ഇതുപോലത്തെ ബീഡ്സൊക്കെ വന്നിട്ടുള്ള സ്റ്റോൺസൊക്കെ, ആർട്ടിഫിഷ്യൽ സ്റ്റോൺസൊക്കെ വന്നിട്ടുള്ള കമ്മലായിരുന്നു. ഓൾമോസ്റ്റ് ഈ ഒരു ഡിസൈനാണ്. ഈ സ്റ്റോൺസൊക്കെ ഉണ്ടായിരുന്നു, ഡിസൈനിൽ ചെറിയ മാറ്റമുണ്ട്. പക്ഷേ ഇത് നല്ല വെയിറ്റ് ഉണ്ട്, നല്ല എന്നൊരു വലിപ്പവും ഉണ്ട്, അതേപോലെ തന്നെ നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ ചിലപ്പോഴേ ഞാനിത് യൂസ് ചെയ്യും. അപ്പം നല്ല ഭംഗിയുണ്ട് പക്ഷെ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു പെയർ ഓഫ് കമ്മലിന് നല്ല റേറ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 800 വരുന്നുണ്ട് റേറ്റ്. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഇങ്ങനത്തെ മോഡൽ പുറത്ത് പോയിട്ട് അന്വേഷിച്ചപ്പോഴത്തേനും, പുറത്ത് മീൻസ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി അന്വേഷിച്ചപ്പോഴത്തേനും നല്ല റേറ്റ് ഉണ്ട്. നല്ല ഇങ്ങനത്തെ മോഡലിന് നല്ല, ചിലപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും, അതുകൊണ്ടാണ് അത്ര റേറ്റ് വരുന്നത്. ഏതായാലും ഇത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ആ ഒരു ഡിസൈൻസ്. സിൽവർ ഓക്സിഡൈസിൻ്റെ കൂടെ പേഴ്സും ഗോൾഡൻ്റെ ആ ഒരു ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ല കാണാൻ. എന്നെപ്പോലെ ഇങ്ങനെ ജ്വല്ലറി ഭ്രാന്തികളായവർക്ക് മാത്രമേ ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഇഷ്ടമാവും. ഒരു മിനിമലായിട്ട് സിമ്പിളായിട്ട് എന്താ പറയുക ഒരുങ്ങണം എന്നുള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഒന്നും ഇഷ്ടമുണ്ടാവില്ല. ഞാനിങ്ങനെയെന്ന് വെച്ചാൽ ഓരോ ട്രെൻഡിങ്ങിൽ വരുമ്പോഴത്തേനും ഞാൻ നോക്കും, ഓരോ പ്രാവശ്യം പുതിയ മോഡൽ വരുമ്പോൾ ഇങ്ങനത്തെയാണ് ഞാൻ നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള കമ്മലുകൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ മോഡൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണം എന്നില്ല ഈ ഒരു ഡ്യുവൽ ടോൺ. ബട്ട് എനിവേസ് എനിക്കിഷ്ടമായി. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഡ്യുവൽ ടോണിൽ വരുന്ന ഒരു കഫ് ബ്രേസ്ലെറ്റ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതല്ല, വെസ്റ്റ് സൈഡിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ പിന്നെ നോക്കിയത് ഇതിൻ്റെ കമ്മലൊക്കെ ഉണ്ടോയെന്നാണ്. അങ്ങനെ എനിക്ക് ഈ ഒരു കമ്മൽ കിട്ടി കേട്ടോ. ഇങ്ങനെ ഗോൾഡും സിൽവറും ആയിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ. ഇത് ഡിസൈനാണ് കേട്ടോ. ഇത് എംപ്റ്റി ആണ്, കാലിയാണ്, ഒന്നുമില്ല, വെറും ഡിസൈന് മാത്രം, സ്റ്റോൺസും കാര്യങ്ങളൊന്നുമില്ല. ഇത് പിന്നെ 350 ആ ഒരു റേഞ്ചിലുള്ളതാണ്. ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതൊരൊറ്റ എണ്ണം മാത്രമേ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയോ എന്നറിയില്ല. പക്ഷേ എനിക്കിഷ്ടമായി. ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ, അഡ്ജസ്റ്റബിൾ ആണ്, നല്ല ഭംഗിയുള്ളതാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഡ്യുവൽ ടോൺ ആണ് ജ്വല്ലറി യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ പെയർ ചെയ്തിടാൻ നല്ല ഭംഗി ഉണ്ടാവും.
അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതൊരു കുട്ടി ജ്വല്ലറി ഹോൾ വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ.